രണ്ട് ആൺമക്കളാണ്. അപ്പൊ ദൈവം എനിക്കൊരു പെൺകുട്ടി തന്നില്ലല്ലോ എന്ന് അവർ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ മാമിന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരേ സമയത്ത് അങ്ങനൊന്നും ഓടി നടന്നൊന്നും ചെയ്യാനൊന്നുമുള്ള ഒരു പ്രായമല്ല. എന്നാലും പിന്നെ നമുക്കൊരു സന്തോഷം. ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഈ വേണ്ടാത്ത സാഹിത്യമൊക്കെ കലർത്തി അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. ഒരുപാട് വയലൻസ് ഉള്ള സിനിമ ഞാൻ അങ്ങനെ പോകാറില്ല. കാരണം എനിക്കിപ്പോൾ ചെറുപ്പത്തിൽ അതൊക്കെ ഒരു ത്രില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ ഒരു ടെൻഷൻ എന്താണോ എന്തോ. ഞാൻ എൻ്റെ പിള്ളേരോട് തന്നെ പറയും, ഓ എന്തോ വേടാ ഇങ്ങനെയൊക്കെ പറന്നടിക്കുന്നതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു അവളുടെ രാവകൾ കാണുമ്പോൾ സീമയുടെ ശബ്ദം അത് മാമിന്റെ ശബ്ദമാണെന്നുള്ളത്. ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ രാവുകൾ എത്ര പ്രാവശ്യം കണ്ട. അപ്പം ഞാനാണെന്ന് അറിയാം, അതൊക്കെ നമ്മൾ 5-6 പ്രാവശ്യം കണ്ട പടമല്ലേ. ഞാനോ 6 പ്രാവശ്യം നീ കേട്ടത് എൻ്റെ ശബ്ദമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂടനും പറയും എവിടെ കൊണ്ട് നിർത്തിയാലും 4 കാലം നിൽക്കണം പിള്ളേരല്ലാതെ ബബ്ബ അടിച്ചുകൊണ്ട് നിൽക്കരുതൊക്കെ. അദ്ദേഹം വലിയ നിർബന്ധമായിരുന്നു. ജോലിയൊക്കെ കളഞ്ഞ് വന്ന് ചാടിയിട്ട് ഇനി ഇത് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതൊരു വിഷമമായിട്ട് പറയരുത്. ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വെള്ളം വന്നെന്നിരിക്കട്ടെ, ഇവിടെ PMT ജംഗ്ഷനിൽ VM സുധീരൻ പോകുന്നുണ്ട് ബോട്ടിനകത്ത്. ഇപ്പോൾ അലങ്കൃത അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വലിയ വാർത്ത? എനിക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. 52 വർഷമായിട്ട് ഫീൽഡ് നിൽക്കുന്ന മല്ലിക സുകുമാരനെ ആർക്കറിയാം? സുകുമാരൻ എന്നുള്ള വാല് തന്നെ മതിയല്ലോ എനിക്ക്. ഇവരൊക്കെ കൊച്ചു പിള്ളേർ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. പണ്ടറിയുമായിരുന്നോ പൃഥ്വിരാജിനെ ഇന്ദ്രത്തിനൊക്കെ? അറിയപ്പെടാൻ തുടങ്ങിയപ്പം അടുത്തുകൂടാൻ ആൾക്കാരും കൂടി. രാജു നന്നായിട്ട് പാടിയിരുന്ന സ്കൂൾ വരെ, പിന്നെ പാട്ടങ്ങ് വിട്ടു. സുകുമാരൻ സാറ് പാടുമായിരുന്നു. സുകുമാരൻ സാർ പാടുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, പക്ഷെ പാടുമായിരുന്നു വീട്ടില്. സിനിമയ്ക്കകത്ത് ഒരു ലവ് സീനോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ല എനിക്കറിയാമായിട്ട് ചോദിക്കുക, ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ റോഡിൽ കൂടെ പാടിക്കൊണ്ട് നടക്കുമോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളിത് തന്നെ ചോദിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറയും അഭിനയിക്കാൻ മടിയുണ്ട്, അതങ്ങ് പറ. 2 ആൺകുട്ടികളാണ്, അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടേതായ ഒരു വഴിക്ക് പോകും, വിട്ടേക്കണം അവരെ. കാരണം അവർക്കും അവരുടെ കുടുംബം നോക്കണ്ടേ. അപ്പം നിനക്കൊരു വിഷമം തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഒരുപാട് പ്ലാനും പദ്ധതികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളത്. 2 ആൺമക്കളുണ്ടെങ്കിൽ 2 പെൺകുട്ടികൾ വരും. നമ്മൾ കൊണ്ടു കൊടുത്താലും അവർ വിളിച്ചോണ്ട് വന്നാലും 2 പെൺകുട്ടികൾ വരും. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. ശ്രീമതി മല്ലിക സുകുമാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം മാം. നമസ്കാരം. കുറേ നാൾ കൊണ്ട് ഇങ്ങനെ പലരുടെ അതിഥി ആയിട്ടിരിക്കുന്ന ഇപ്പം എന്താ വെച്ചാൽ കുറേ നാൾ കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഓട്ടമായിരുന്നു എനിക്ക്. നമ്മുടെ JJ ഹേയും ഗുരുവായൂർ അമ്പലനടയിലും ഒക്കെ എടുത്ത വിപിൻ ദാസിൻ്റെ സിനിമ, പിന്നെ എൻ്റെ സ്ഥിരം സീരിയൽ സുരഭി സൂസു, ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് ഇപ്പോൾ. അതെ, ഇതെല്ലാം നടക്കുക ഒരേ സമയത്ത്. അങ്ങനൊന്നും ഓടി നടന്നൊന്നും ചെയ്യാനൊന്നുമുള്ള ഒരു പ്രായമല്ല. എന്നാലും പിന്നെ നമുക്കൊരു സന്തോഷം ഇങ്ങനെ പോകുമ്പോഴും. പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്, കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളാണ്, എപ്പോഴും 16 കാര്യം പോലെ തന്നെ ഇരിക്കണമെന്നാണ് ഈ സപ്തതിയുടെ സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞത്. അത് നേരാ, അത് അവൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. മാം, ഇപ്പോൾ ഈ മല്ലികാ വസന്തം എന്ന ചടങ്ങില് മന്ത്രി P രാജീവ് മാമിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എപ്പോഴും പുതുക്കി പണിയുകയും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് മല്ലിക സുകുമാരൻ എന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പം എപ്പോഴും ഈ പുതുക്കി പണിയുന്ന, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രകൃതം, അത് എനിക്ക് പലപ്പോഴും തോന്നിയത് മാമിനെ കുറിച്ചുള്ള റിസർച്ചിന്റെ ഭാഗത്ത് എനിക്ക് തോന്നിയത് ആ ഒരു കുടുംബ പശ്ചാത്തലം. അതായത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കൈനികര എന്ന ഫാമിലിയിൽ അക്കാഡമിക്കായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മാമിൻ്റെ ഫാമിലിയിലെല്ലാം. അത് തന്നെയാണോ ഇതിൻ്റെ കാരണം? അല്ല, ഒരു എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരാളിൻ്റെ വ്യക്തിത്വം അല്ലെ, ഒരാളിൻ്റെ എല്ലാം കൊണ്ടും പാരമ്പര്യമാകട്ടെ, തറവാടിത്തമാകട്ടെ, വ്യക്തിത്വം ആരെ ഞാനെന്നല്ല എടുക്കുമ്പോൾ നമ്മളൊരു നല്ല ഭാഷയിൽ 4 വാക്ക് സംസാരിച്ചാൽ ഉടനെ എല്ലാവരും ചോദിക്കുന്നത് ഈ മലയാളമൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ പഠിച്ചു എന്നൊക്കെയുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതൊക്കെ കൂടെ ആലോചിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വല്യച്ഛന്മാരുടെ അച്ഛൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ. പക്ഷേ ഉള്ള ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ലോകം തീരെ കാണാത്തൊരു വ്യക്തിയല്ല, എല്ലാം ചുറ്റുവട്ടത്ത് നടക്കുന്നതൊക്കെ അറിയണം എന്നൊരാഗ്രഹവും അതറിയാനുള്ള ഒരു ത്വരയും. എന്നിട്ട് അതിനെ തുടർന്ന് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഭയം കൂടാതെ പറയാം. ആരെയും വേദനിപ്പിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഈ വേണ്ടാത്ത സാഹിത്യമൊക്കെ കലർത്തി അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. ഇപ്പോൾ മിനിസ്റ്റർ രാജീവിൻ്റെ കാര്യം പറയും. ഞാൻ എന്നും പറയുന്നത്, എനിക്ക് അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചീത്തവിളി കേൾക്കലാണല്ലോ ജോലി. അത് പൊതുജനത്തിൻ്റെ ആയാലും ആരുടേതായാലും.
പക്ഷേ അദ്ദേഹമൊക്കെ എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും കൂളായിട്ട് ഒരു ഡിബേറ്റിലൊക്കെ വന്നിരുന്ന ഒരു ന്യൂസ് ഹവറിലൊക്കെ ഒന്ന് ഉപയോഗിക്കുന്ന ഭാഷ കണ്ടിട്ടില്ലേ? അതേസമയം ചിലർ മറ്റേ പൊടാ ഞങ്ങൾ നിൻ്റെ വീട്ടിൽ ചെന്ന് പറയടാ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് മൈക്കിൽ ടി വിയിലിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര ഓരോരുത്തരുടെ രീതികളായിരിക്കും ഇതൊക്കെ. അതായത് വെറും ഒരു എന്താ പറയുക, നമ്മൾ ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാനെന്നുള്ള ആ ഒരു ഇതൊക്കെ മറന്നിട്ട് അത് പാടില്ല. ഞാൻ എപ്പോഴും അക്കാര്യത്തിൽ മിനിസ്റ്റർ രാജീവിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. നന്നായിട്ട് സംസാരിക്കുക, വളരെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ മനസ്സിലാവുന്നത് പോലെ പറയുക. എന്നിട്ടും ചീത്ത വിളിക്കുന്നത് എന്നാൽ പിന്നെ നിങ്ങൾ വിളിച്ചോ എന്നുള്ളൊരു ശാന്തതയുണ്ടല്ലോ, അതൊരു വല്ലാത്ത കഴിവാണ്. എല്ലാവർക്കും കിട്ടില്ല അത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡാവുന്ന കണ്ടിട്ടില്ലേ ചെറുപ്പക്കാർ, കുറച്ച് പ്രായത്തിൻ്റെ ഉണ്ടാകും. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ന്യൂസ് ഹവറിലൊക്കെ വന്നിരുന്നിട്ട് അമ്മാതിരി ഭാഷയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, സത്യം പറയാം. ഈ അപ്ഡേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം, അതായത് ഇപ്പോൾ പൂർണിമയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റൈൽ സെൻസ് ഉള്ള ആളാണ് പൂർണിമ. ഇപ്പം മാമിനെ കാണുമ്പോൾ തന്നെ മാമിൻ്റെ സാരി, ആഭരണങ്ങൾ, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല്. എൻ്റെ സാരി ഒന്നും പൂർണിമയുടെ അല്ല, തിരിച്ചാ പൂർണിമ പറയുന്നത്. അമ്മയുടെ വാർഡ്രോബ് തുറന്നാൽ ഞങ്ങൾക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. കാരണം ഞാൻ അതിലൊന്നും അവരെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം പൂർണ്ണയ്ക്കൊക്കെ നല്ല പണിയാണ്. കാലത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അയച്ച് രണ്ടുപേരും പഠിച്ചോളും, പഠിക്കാനൊക്കെ മിടുക്കരാ. പിന്നെ അത് കഴിഞ്ഞുകൊണ്ടേ ബൊട്ടിക്കൊണ്ട് അവിടെ പോയത് മാത്രമല്ല, പൂർണിമ ഈ ബ്രൈഡൽ ഡ്രസ്സൊക്കെ തന്നെത്താനെ കുത്തിയിരുന്ന് ഡിസൈൻ ചെയ്ത് ഇവിടെ പേള് വയ്ക്കുക, അവിടെ കല്ല് വയ്ക്കുന്നത്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വൈകിട്ട് കുട്ടികൾ വരാറാവും. തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അവർക്ക് ഹോംവർക്ക് ഉണ്ടോ എന്ന് നോക്കി, ട്യൂഷൻ ഇവിടെ ഉണ്ടോ, ട്യൂഷൻ വിട്ടു. വല്ലാത്ത ജോലിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ സാരി കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട്. അല്ല, ഈ സാരിയൊക്കെ എങ്ങനെയാണ് മാം തന്നെയാണോ ഞാൻ തന്നെ പോയിട്ട് വാങ്ങിക്കുന്നതാണ്. പിന്നെ ഓണത്തിനൊക്കെ അവരൊക്കെ കൊണ്ടുതരും സാരിയും അല്ലാത്ത എല്ലാം വില കൂടിയ സാധനങ്ങളൊക്കെ കൂടുതലും തരുന്നത് മക്കൾ തന്നെ. ഈ ഹെയർ സ്റ്റൈല് മാമിൻ്റെ സ്വന്തം ഐഡിയയാണോ? ഇത് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ട്രിം ചെയ്തിരിക്കുക. ഈ സിനിമയ്ക്കൊരു വിപിൻദാസിൻ്റെ സിനിമയിൽ കുറച്ചൊരു നരച്ചൊരു വിഗ്ഗാണ്. ആ വിഗ്ഗ് വയ്ക്കാനുള്ള സൗകര്യത്തിന് ഉണ്ടായിരുന്ന കുറച്ച് മുടിയും കൂടെ വെട്ടിക്കളഞ്ഞു ഞാൻ. അത് വളരെ മുമ്പ് സൂടനുള്ളപ്പോഴാണ് എനിക്ക് ഈ സ്പോൺലൈറ്റിസിൻ്റെ ഈ പെയിനുണ്ട്. തല വേർത്താൽ എനിക്ക് ഇവിടെ ഇങ്ങനെ വേദന, തലനീരിറങ്ങുന്ന ഒരു ഇത് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ലക്ഷ്മി അന്ന് സൂടനോട് അഭിനയിക്കുകയാണ്, അന്തിവെയിലെ പൊന്ന്. അപ്പോൾ ലക്ഷ്മി അപ്പോൾ ആദ്യമായിട്ട് അന്ന് ബോബ് ചെയ്ത്, പിന്നെ വളർത്തി വീണ്ടും ഇപ്പോൾ ബോബ് ചെയ്ത് ലക്ഷ്മി. അപ്പോൾ പറഞ്ഞു മുടി ബോബ് ചെയ്താൽ ശരി എനിക്കുണ്ട് മല്ലിക. അപ്പം ഞാൻ പറഞ്ഞു സോട്ടാ ലക്ഷ്മി ഇങ്ങനെ പറയുന്നു, കുറച്ചൊന്നും ഞാനിങ്ങനെ ബോബ് ചെയ്യുന്നു, അല്ല എനിക്ക് നല്ല മുടിയാണ് ഇതുവരെ ഉണ്ടായിരുന്ന മുടി, ഒന്ന് വെട്ടട്ടെ. എനിക്കും ഈ പറഞ്ഞ പോലെ ഇത് വെച്ച് കെട്ടാനും പിടിക്കാനും തല വേർക്കുന്നു കണ്ടമാനം, കുറച്ചൊന്ന് വലിയ അത് ബോബ് ചെയ്യുന്നില്ല. സൂടൻ്റെ മറുപടി, മുട്ടയടിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല, അതെൻ്റെ ഇഷ്ടം. ഇങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ മറുപടി അതിലൂടെ. അപ്പോൾ അത് കാരണം പിന്നെ അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വളർത്തി കഴിയുമ്പോൾ എനിക്ക് തോന്നി ശല്യമാണ്. ഈ കൊച്ചു പിള്ളേരോട്ട് രാവിലെ ക്ലിപ്പ് അന്വേഷിക്കണം, അത് അന്വേഷിക്കും, ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, ജീവി വെച്ചോണ്ട് ഇറങ്ങി അങ്ങ് പോകാം. ഈ പലപ്പോഴും ഈ മാമിൻ്റെ ഇൻ്റർവ്യൂസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഈ തുറന്നു പറയുന്ന ഒരു പ്രകൃതം. അല്ല, തുറന്ന് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യം കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ഈ അഭിനയിച്ച്, അത് ഞാനിപ്പം പൊതുജനത്തിനോട് മാത്രമല്ല എൻ്റെ മക്കളോടും മരുമക്കളോടും ഒക്കെ ഞാൻ പറയും, നമ്മളായിട്ട് അറിഞ്ഞാൽ നമ്മൾ ആരാന്ന് ജനത്തിനറിയാം. നമ്മൾ പറയണ്ട മല്ലിക സുകുമാരൻ എവിടെ നിന്ന് വരുന്നു, അത് ആരുടെ മോളാണ്, എന്താ അവരുടെ കുടുംബം, എല്ലാം അറിയാം. പിന്നെ നമ്മളതല്ല എന്നുള്ള മട്ടിൽ അഭിനയിച്ചാൽ അത് പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ല ബുദ്ധിയുള്ളവരത് മനസ്സിലാക്കും. അയ്യോ മല്ലിക ചേച്ചി പണ്ടേ ഇങ്ങനെ എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക്. ഞാനായിട്ട് തന്നെ ഹ്യൂമർ ഒരു മിക്സപ്പ് ഉണ്ടല്ലോ. അതാണ് എനിക്കങ്ങനെ ആരെയും വാക്കുകൾ കൊണ്ടൊരു കഠിനമായ ഭാഷയിൽ സംസാരിച്ച് വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ പറയാം അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. അതിപ്പം ഞാനങ്ങനെ പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഏത് മന്ത്രിസഭയുടെ കാര്യമല്ല, ഞാൻ പറയുന്നത് ആത്മാർത്ഥമായൊരു കാര്യമാണെന്ന് അവർക്കറിയാം. ഞാനല്ലാതെ രാഷ്ട്രീയമായതുകൊണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാനൊന്നും കണ്ടുപിടിച്ച് പറയാറില്ല. അത് വേണ്ട സാർ, അതൊരു ശരിയാവുന്ന ഇത് എന്ന് പറഞ്ഞിട്ട് എന്താ തെറ്റ്? എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ശമ്പളവും വേണ്ട, സർക്കാരൊന്നും വേണ്ട. പക്ഷേ ഞാൻ എല്ലാ സർക്കാരിലുള്ളവരോടും എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു 4-5 വർഷം നടന്നിട്ട് നടക്കാത്തൊരു കാര്യമെന്നപ്പോൾ ഞാൻ ആലോചിച്ചോ പാവം എൻ്റെ അച്ഛനൊക്കെ കതറുമൊക്കെ ഇട്ട് വലിയ കോൺഗ്രസ്സുകാരനായിട്ടൊക്കെ നടന്നിട്ട് ചെയ്തേനേയും ഞാൻ തന്നെ നേരിട്ട് പോയി പല പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചെങ്കിൽ നടന്നേനേയും. പക്ഷേ അധികം ബുദ്ധിമുട്ടിക്കാതെ ഒറ്റ പ്രാവശ്യം ഞാൻ പോയി കണ്ടു. 2018 ഈ എല്ലാ ഡാമും കൂടെ തല്ലാതെ ഈ ആൾക്കാർ പറയുന്ന പോലെ അവിടെ എപ്പോഴും ഒക്കെ വെള്ളം കയറുകയൊന്നുമല്ല. 2018 ഈ 3-4 ഡാം തുറന്ന് അത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വെള്ളം വന്നെന്നിരിക്കട്ടെ, ഇവിടെ
PMT ജംഗ്ഷനിൽ VM സുധീരൻ പോകുന്നുണ്ട് ബോട്ടിനകത്ത്. അപ്പോൾ അവിടെ വരെ കോസ്മോ ഹോസ്പിറ്റലിൻ്റെ താഴത്തെ ഫ്ലോറിൽ വെള്ളം കയറി. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു, അയ്യോ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കി. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇമ്മീഡിയറ്റായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വിഷമം മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്കാണ്, മക്കളില്ല, കൊറോണയാണ്, പുറത്തിറങ്ങരുതെന്ന് പറയുന്നു, വീട്ടിൽ വന്ന് വെള്ളം കയറുന്നത് ഈ നമ്മൾ ഇറങ്ങി ഓടാതിരിക്കാൻ പറ്റുമോ? കൊറോണയാണേ ഞാനിവിടെ കിടന്ന് മുങ്ങിച്ചെത്തോളാം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് ആകെ മൊത്തം എനിക്കൊരു പേടിയായിപ്പോയി. അപ്പോൾ ഭാഗ്യത്തിന് അന്ന് എൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് എന്താ കാര്യം പറയണം, നമ്മുടെ ആവശ്യങ്ങൾ ഈ ബന്ധപ്പെട്ട വകുപ്പിൽ പറയുമ്പോൾ അങ്ങോട്ട് നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവരോട് പറയുക, അതല്ലേ പറ്റുള്ളൂ, ഞങ്ങൾക്കൊക്കെ അല്ല എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയെന്ന് പറഞ്ഞു. അദ്ദേഹം ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കും, കുറേയൊക്കെ ഈ പാർട്ടി അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും തെറിവിളി കേൾക്കും. പിന്നെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഭരിക്കുന്ന ആളിനെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം ഞങ്ങളെയൊക്കെ വെറുതെ വിടുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞു ഇങ്ങനെ വെള്ളം, വീട്ടിലേക്ക് വെള്ളം 4 ഭാഗത്തു നിന്നുള്ള റോഡിൽ നിന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം കളക്ടറൊക്കെ കൂടെ വന്നു നോക്കി. അവിടെ എല്ലാം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇതൊക്കെ ചെയ്തു. ഒരു കനാലുണ്ടായിരുന്നു അവിടെ, അതെല്ലാം ക്ലീൻ ചെയ്തു, റോഡൊക്കെ ശരിയാക്കി. അത് ഒറ്റ പ്രാവശ്യം ഞാൻ പറഞ്ഞുള്ളൂ അത് ചെയ്തു തന്നു. പക്ഷെ അതിന് ശേഷം കുറച്ച് വർക്ക് പെൻഡിങ് തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. അതും കൂടെ ഞാൻ ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചെന്ന് കാണണമെന്ന് വിചാരിക്കുക. അത് നീങ്ങുന്നില്ല അങ്ങോട്ട്. ആ കോർപ്പറേഷൻ ഏറ്റവും നടക്കണമുണ്ട് ഇപ്പോഴും. മാം ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ആ ശബ്ദത്തിൻ്റെ ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ മോഡുലേഷനും ഞാനിങ്ങനെ വിചാരിക്കുന്നു, അവളുടെ രാവകൾ കാണുമ്പോൾ സീമയുടെ ശബ്ദം അത് മാമിൻ്റെ ശബ്ദമാണെന്നുള്ളത് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ രാവുകൾ എത്ര പ്രാവശ്യം കണ്ട, അപ്പം ഞാനാണെന്നറിയാം, അതൊക്കെ നമ്മൾ 5-6 പ്രാവശ്യം കണ്ട പടമല്ലേ, ഞാനോ 6 പ്രാവശ്യം നീ കേട്ടതിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ആ ഒരു വല്ലാത്തൊരു വിവാദം സൃഷ്ടിച്ചൊരു സിനിമയായിരുന്നു സീമയുടെ കഥാപാത്രം. ആ ഒരു ശബ്ദം, ആ ഒരു സീമയുടെ ശബ്ദത്തിൽ മാമാണ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനൊരു റോളാണ് ഇതൊരു, നമുക്ക് ആ സിനിമയുടെ ഒരു തിരക്കഥ കേൾക്കുമ്പോൾ തന്നെ, കഥാപാത്രം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് വലിയ രീതിയിൽ വിവാദമാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ മാമിന് ആ സമയത്ത് വളരെ ചെറിയ പ്രായമല്ലേ, അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഈ ഒരു? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് സുവേട്ടൻ, കുതിരവട്ടം പപ്പുവേട്ടൻ, അതിൻ്റെ പ്രൊഡ്യൂസർ രാമേന്ദ്രൻ, അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു വീട്ടിലെ താമസം. IV ശശി സാറ് വലിയ സുഹൃത്തും, ഇവരെല്ലാവരും കൂടെ വൈകുന്നേരം ഒന്നിച്ചൊരു വീട്ടിലാണ് എല്ലാവരും കൂടെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞതുപോലെ ഞാനും സുവേട്ടനും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട സമയമാണ്. പരിചയപ്പെട്ട് ഇങ്ങനെ സുവേട്ടൻ്റെ അനിയത്തി എൻ്റെ കൂടെ പഠിച്ചതാണ് കോട്ടൺ ഹില്ലും വിമൻസ് കോളേജിലും ഒക്കെ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും, എന്താണ് നിങ്ങൾ നാട്ടിൽ പോകാത്തതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ള കാര്യമൊക്കെ ഉള്ളതായിട്ട് തന്നെ പറഞ്ഞല്ലോ, പറ്റുന്നില്ല, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പടം എടുക്കുന്നത്. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അപ്പോൾ കുതിരവട്ടം പോയിട്ടും സുവേട്ടനും കൂടെ ഒരു വീടിൻ്റെ മുകളിലത്തെ നില എടുത്തിരിക്കുക താമസിക്കാൻ. അതിൻ്റെ താഴെ തന്നെയാണ് ഒരു ചെറിയ കുടിലിട്ടൊരു സെറ്റ്, അതിലൊരു പാട്ടുണ്ട്. സീമയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് അമ്മ പാട്ട് പാടി ഉറക്കിയതും ഒക്കെ. അതെ അതെ അതെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്നാണ്. ഞാൻ പറഞ്ഞു പിന്നെന്താ അത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അവരെ ശൈസാറ് വിളിച്ചു, പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, നല്ല പാട്ടാണ്, പിന്നെ ആ ക്യാരക്ടർ അങ്ങനെ പെട്ടെന്ന് മറക്കത്തില്ല, കാരണം സീമയുടെ ജീവിതമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ ഞങ്ങളെ നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ ഗതി കണ്ടില്ലേ എന്നുള്ളതാണ് അതിനകത്തെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ സുവേട്ടൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് ഇതിൻ്റെ സെറ്റ്. അങ്ങനെ അവിടെ പോയി അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്ഥിരമായിട്ടുള്ളൊരു വോയിസ് അല്ലാതെ ഒരാൾ സീമയ്ക്ക് ഡബ് ചെയ്താൽ കൊള്ളാം, കാരണം സീമയും പുതിയ നായികയല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു. അതിനെ തുടർന്ന് ഞാൻ അവളുടെ രാവുകൾ ചെയ്തു, അടവുകൾ 18 ചെയ്തു, അനുമോദിനെ കുറേ പടം ചെയ്തു സീമയുടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിക്കും എന്നൊരു ഉറപ്പെനിക്ക് വന്നപ്പോൾ സുകുമാരൻ സാർ എന്നാൽ വീട്ടിൽ പോയിരുന്നാട്ടെ ഡബ്ബിങ്ങും ഒക്കെ നിർത്തി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാനത് കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും. ഡബ്ബിങ്ങിൻ്റെ സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല? ഇല്ല ഇല്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ഡബ്ബ് ഇട്ടു. കാരണം അന്നൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ തെലുങ്ക് കന്നഡ സിനിമകളൊക്കെ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യും. അഭയദേവ് സാറാണ് അതിൻ്റെ മലയാളം സ്ക്രിപ്റ്റ് എഴുതുന്നത്. മിക്കവാറും നമ്മുടെ കൽപ്പന എന്ന് പറഞ്ഞ മറ്റേ കന്നഡത്തിലെ നായികയ്ക്ക്, തെലുങ്കിൽ പടത്തിലെ ശാരദയ്ക്ക്, ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇപ്പോഴത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളൊന്നും അന്നില്ല, അത് ഞങ്ങളൊക്കെ ഉള്ളു. പിന്നെ കോട്ടയം ശാന്ത ചേച്ചി, TR റോമൻ ചേച്ചി, ഇവരൊക്കെ തന്നെയാണ് ഡബ്ബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു
എങ്ങനെയാണ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നല്ലോണം പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ മലയാള പടങ്ങൾ ഡബ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ സരിത എന്നുള്ള സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ. അത് ചുമ്മാ 2 വരി, അയ്യോ അതൊക്കെ പാട്ടെന്ന് പറയാനൊക്കത്തില്ല. വെറുതെ നിന്ന് കൂടെ ചുമ്മാ ഒരു മൂളി എന്നുള്ളതല്ലാതെ പാടാനൊക്കെ ഇവിടെ വലിയ പ്രഗത്ഭർ കിടക്കുകയല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മക്കളും പാട്ടുകാരാണ്. അല്ല ശരി, അതിപ്പോൾ ഇന്ദ്രനാണ് ഏറ്റവും നന്നായിട്ട് പാടുന്നത്. കാരണം അവൻ എപ്പോഴും പാട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. രാജു നന്നായിട്ട് പാടിയിരുന്ന സ്കൂൾ വരെ, പിന്നെ പാട്ടങ്ങ് വിട്ടു. അയാൾ കൂടുതൽ ഈ പറഞ്ഞിട്ട് പുസ്തക വായനയും ട്രാവലിങ്ങും അതും ഇതൊക്കെ ആയിട്ട്. ഇന്ദ്രൻ അങ്ങനെയല്ല, കാറിൽ പോകുമ്പോഴും ഒരു പുതിയ പാട്ട് വന്നാൽ അതിട്ട് കേട്ട് അതിൻ്റെ കൂടെ മൂളി പാട്ടിനോട് വലിയ. പിന്നെ അതുപോലെ തന്നെയാണ് ഇന്ദ്രൻ്റെ മക്കളും, 2 പേരും പാടും. സുകുമാരൻ സാറ് പാടുമായിരുന്നു. സുകുമാരൻ സാർ പാടുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, പക്ഷേ പാടുമായിരുന്നു. വീട്ടിൽ റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അല്ല, ഒരിക്കലില്ല. അതങ്ങനെ, അതൊക്കെ വീട്ടിലേ ഉള്ളൂ. അത്തരം കളികളൊക്കെ വീട്ടിലേ ഉള്ളൂ. അതാ ഞാൻ അന്നാളെ പറഞ്ഞല്ലോ, ഒരു സിനിമയ്ക്കകത്ത് ഒരു ലവ് സീനോ അല്ലെങ്കിൽ ഒരു പാട്ട് അല്ല എനിക്കറിയാമായിട്ട് ചോദിക്കുക, ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ റോഡിൽ കൂടെ പാടിക്കൊണ്ട് നടക്കുമോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ തന്നെ ചോദിക്കുമോ. അപ്പോൾ ഞാൻ പറയും, അഭിനയിക്കാൻ മടിയുണ്ടേ അതങ്ങ് പറ, ഭാര്യയും ഭർത്താവും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാതെ സുഖമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഈ പ്രേമം പ്രകടിപ്പിക്കുന്നത് വലിയ അതപ്പോഴും അതെ. വീട്ടിൽ നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴും ഇപ്പോഴത്തെ ഈ കൊച്ചുപിള്ളേർ കാണിക്കുന്ന ഈ ജാടകളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അയ്യോ ഒന്നുമില്ല, അതാ ഒരു പഴയ മലബാർ കാർന്നവരെന്ന് ഞാൻ പറയും, ആ ഒരു സ്റ്റൈലാണ് എല്ലാം. മാമിൻ്റെ ഈ ഭാഷാശുദ്ധി ഉണ്ടല്ലോ, ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് MT സാറിനെ ഓർമ്മ വന്നത്. അതായത് MT സാർ സംവിധാനം ചെയ്ത 6 സിനിമകളിൽ സുകുമാരൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വാസുവേട്ടൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെല്ലാം നായകനായിരുന്നു സുകുവേട്ടൻ. സത്യം, അതെന്നും പറയും. ഞാൻ വാസുവേട്ടൻ്റെ വീട്ടിൽ എപ്പോഴും എനിക്ക് പോയി, അദ്ദേഹം കോഴിക്കോടാണല്ലോ, പക്ഷേ എന്നാലും 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 ഫംഗ്ഷന് കണ്ടു. വാസുവേട്ടൻ എൻ്റെ ചേട്ടനുമായിട്ട് അതിനേക്കാളും അടുപ്പമായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോഴെല്ലാം സാഹിത്യപരമായിട്ടുള്ള സമ്മേളനങ്ങളോ മീറ്റിങ്ങോ, വലിയ മടിയായ യാത്ര ചെയ്യാൻ, എന്നാലും ഒരിക്കൽ കൊണ്ടുപോയി. ചേട്ടനെക്കുറിച്ചൊരു ലേഖനം എഴുതി ഞാൻ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഞാനത് പറയുകയും ചെയ്തു. ഒരിക്കൽ ഒരു ബർത്ത്ഡേ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആഘോഷിച്ചു. അതിനെക്കുറിച്ച് വാസുവേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പിറന്നാൾ ഞാൻ അവിടെ ആയിരുന്നു എന്ന് ഒക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതൊക്കെ പറയുകയാണെങ്കിൽ മലയാള ഭാഷയ്ക്ക് മാത്രമല്ല ഒരു പുണ്യം കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരാളിൻ്റെ ജനിച്ച നാടാണ് കേരളം എന്നുള്ളതൊരു അഭിമാനം. മലയാള ഭാഷയിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും എന്തോ ഒരു സുപരിചിതന. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളും അതും ഇതൊക്കെ വായിച്ചിട്ട് എത്ര പേരാണ് സംസാരിച്ചിരിക്കുന്നത്. വാസുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അധികം സംസാരമില്ലല്ലോ, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ലാതെ കൊലകൊല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നത് അതിനൊന്നും കിട്ടത്തില്ല. അദ്ദേഹത്തിന് വളരെ എന്തെങ്കിലും പറയും, നമ്മളതിൻ്റെ ഉത്തരം പറയും. വാസുവേട്ട ഇപ്പം എങ്ങനെയുണ്ട്? അല്ല, പിന്നെ എൻ്റെ ചേട്ടൻ വരുമ്പോഴൊക്കെ ഈ പറഞ്ഞോട്ടെ, ചേട്ടൻ കോഴിക്കോട് വഴി പോവുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരും. എനിക്ക് അത്രയും ദൂരം തന്നെ മക്കളടുത്തില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാനൊന്ന് പോയേനെയായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കും വയസ്സായതുകൊണ്ട് ഒരാൾ സഹായത്തിന് കൂടെ വരണം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മക്കളാണ് ഏറ്റവും സന്തോഷം. പിന്നെ അവരെ അങ്ങനെ കിട്ടാറില്ല, അവരും തിരക്കിലാണ് 2 പേരും. എന്നാലും വാസുവേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും സ്വന്തം വീട്ടിലെ ഒരു എന്താ പറയുക, നമ്മൾ ഏതൊക്കെയോ രൂപത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ സങ്കല്പിച്ചിട്ടുണ്ടല്ലേ. ഭാഷയുടെ കാരണവരായിട്ട്, പിന്നെ ചലച്ചിത്ര ലോകത്ത് മാത്രമല്ലല്ലോ, സാഹിത്യ ലോകം എടുത്ത് വെച്ച് നോക്കൂ. മലയാളികളെ നിർബന്ധപൂർവ്വം വായനയിലേക്ക് തിരിച്ച് നമ്മുടെ സംസ്കാരവും ഭാഷയുടെ ശൈലിയും ഒക്കെ എന്താണെന്ന് നമ്മൾ കാണുന്നത് MTയുടെ ചിത്രങ്ങളിലൂടെ അല്ലേ. ഇന്നിപ്പോൾ അങ്ങനത്തെ നിർമാല്യം പോലൊരു സിനിമ ഇന്ന് ആരെങ്കിലും എടുക്കുമോ? വിളിച്ചപ്പോൾ ധൈര്യം കാണത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ധൈര്യപൂർവ്വം അങ്ങനെയുള്ള പടങ്ങൾ എടുത്ത് എത്രയോ പടങ്ങൾ, അധികം ആരും കാണാത്ത ഒരു സിനിമയുണ്ട്, വാരിക്കുഴി. അതും സുവർണ്ണ. അത് സുൽത്താൻ ബത്തേരി ഷൂട്ട് ചെയ്ത. ഞാൻ എൻ്റെ കൂടെ ആ ഷൂട്ടിങ്ങിന് കൂടെ ഉണ്ടായിരുന്നു. എന്തൊരു കഥകളാണ് അതൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇപ്പം കഥയിലല്ലോ സിനിമയ്ക്ക് പ്രധാനം. ഇപ്പം ആരഭിനയിക്കുന്നു, ഇപ്പം സിറ്റുവേഷൻസ് ആണ്. അപ്പം നായകന് പറ്റിയ കുറച്ച് സീനുണ്ടാക്കുക, നായികയെ പ്രേമിക്കാൻ വേണ്ടി കുറച്ച് സീനുണ്ടാക്കുക, അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ അവിടെ കൂടുതലും വയലൻസ് ആണ്. അതാണ് ശരിക്കും. വയലൻസ്, ഒരുപാട് വയലൻസ് ഉള്ള സിനിമ ഞാൻ അങ്ങനെ പോകാറില്ല. കാരണം എനിക്കിപ്പോൾ ചെറുപ്പത്തിൽ അതൊക്കെ ഒരു ത്രില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ ഒരു ടെൻഷൻ എന്തോ. അതുകൊണ്ട് ഞാൻ വെപ്രാളമൊക്കെ തോന്നി. ഞാൻ എൻ്റെ പിള്ളേരോട് തന്നെ പറയും, എന്തോ ആടാ ഇങ്ങനെയൊക്കെ പറന്നടിക്കുന്നതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ പിന്നെ അമ്മാതിരി പടങ്ങൾക്കൊക്കെ കാശ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡ്യൂസർമാർക്ക് അതിനകത്തിലുള്ള ഒരു പ്രത്യേകതയോ ഇഷ്ടമോ തോന്നുന്നതിൽ
അത്ഭുതപ്പെടാനൊന്നുമില്ല. ആരായാലും എവിടെ നിന്നൊക്കെ കുടുംബം വിറ്റ കാശ് വരെ കാണും, അത് തിരിച്ചു കിട്ടണം എന്നുള്ളൊരാഗ്രഹം സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാവുമല്ലോ. അതെ അതെ. മാമിൻ്റെ ഉത്തരായനം അത് കഴിഞ്ഞിട്ട് സ്വപ്നാടനം സിനിമയിലെ റോസി ചെറിയൻ എന്ന കഥാപാത്രത്തിനാണ് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയ സംസ്ഥാന അവാർഡ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സിനിമാ നടിയാവണം, നാടക നടിയാവണം, കലയിലേക്ക് വരണം, കൊച്ചുനാൾ മുതൽ അതിൻ്റെ ഒരു വാസനകളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങുമല്ലോ. അപ്പം ഇത്രയും ഒരു ഫാമിലിയിൽ എല്ലാവരും വളരെ അക്കാഡമിക്കലായിട്ട് വളരെ ബ്രില്യൻ്റ് ആണ്, പഠിപ്പിസ്റ്റുകളാണ്. അപ്പോൾ മാമിന് അത്തരത്തിലൊരു കലാപരമായിട്ടുള്ള വാസനകൾ മാം ശ്രദ്ധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും കലാപരമായിട്ട് ഞാൻ വളരെ മുന്നിലായിരുന്നു പഠിക്കുന്ന കാലത്ത്. എങ്ങനെ വെച്ചാൽ സ്കൂൾ ആൻഡ് കോളേജ്, റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് മ്യൂസിക്, പിന്നെ നാടകം. ഞാൻ യൂണിവേഴ്സിറ്റി ലെവലിലെ ബെസ്റ്റ് ആക്ട്രസിൻ്റെ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. ഡോക്ടർ NS വാര്യർ ഗോൾഡ് മെഡൽ, അത് മികച്ച നടിക്കുള്ള അവാർഡാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചപ്പോൾ അഭിനയം വന്നേ ഉണ്ട്. പക്ഷേ സിനിമയിലേക്ക് വരുമെന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു മുൻകൂറായിട്ട് അതിനൊരു പ്രിപ്പറേഷനോ ഒരു തയ്യാറെടുപ്പോ കരുതലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ജീവിത സാഹചര്യം കൊണ്ട് നമ്മളങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളാണ് ശ്രീകുമാരൻ തമ്പി സാറ്, അടൂർ ഭാസി സാറ്, തിക്കൂർ ശിവൻ്റെയൊക്കെ എൻ്റെ അച്ഛൻ്റെയും കൂടെ വളരെ അടുത്തറിയാവുന്ന ആൾക്കാരെ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അയ്യോ എൻ്റെ കുഞ്ഞ് നീ എന്തിനാ ഇവിടെ പടമൊക്കെ ഉണ്ടോ, എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് ചില വേഷങ്ങൾ തരിക. പക്ഷെ പിന്നെ അത്യാവശ്യമൊക്കെ അഭിനയിക്കും എന്ന് കണ്ടപ്പോഴത്തേക്ക് വലിയ പടങ്ങൾ തരാൻ തുടങ്ങി, നല്ല വേഷങ്ങൾ തരാൻ തുടങ്ങി എല്ലാവരും. പിന്നെ അതിനെ തുടർന്ന് പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. വിൻസെൻ്റ് മാഷ്, ലിസ ബേബി, നമ്മുടെ കമേഴ്ഷ്യൽ ഡയറക്ടേഴ്സ് ശശികുമാർ സാറ്, AB രാജ് സാറ്, എല്ലാം കഴിഞ്ഞ് നമ്മുടെ KG ജോർജ് സാറിൻ്റെ പടം വരുമ്പോഴാണ് സ്വപ്നാടനം എന്നും പറഞ്ഞ് എനിക്കന്ന് ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അവാർഡിനെ പറ്റി പോലും അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ചന്ദ്രാജി എന്ന് പറഞ്ഞ അടൂർ ഭാസ് സാറിൻ്റെ ബ്രദറാണ്. പുള്ളിയാവെന്ന് പറയുന്നത് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് അവാർഡുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ ഏതാണ്ട് മദ്രാസിൽ ഏതാണ്ട് അവാർഡുള്ളത്, ഞാൻ അവിടെ താമസം. അപ്പോൾ അല്ല കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡാണ്, നിങ്ങൾക്കും KPSC ലളിതയ്ക്കും മികച്ച 2ാമത്തെ നടി എന്നുള്ളത് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ അയ്യോ വലിയ സന്തോഷം, അങ്ങനെയൊക്കെ എന്നെ കണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ആദ്യത്തെ ഗവൺമെൻറ് അവാർഡ് കിട്ടുന്നത് എനിക്ക് സ്വപ്നാടനത്തിലാണ്. അത് തീർച്ചയായിട്ടും ജോർജ് സാറിനുള്ള ആ നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാകും. സാറിൻ്റെ എല്ലാ പടത്തിലും എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളും തന്നിരിക്കുന്നത്. ഇപ്പോൾ മാം കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കോളേജിൽ ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മാമിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു, അതായത് കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനിൽ ഗംഭീര വിജയം സാധാരണ ഞങ്ങളുടെ കോളേജ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ഈ പൊളിറ്റിക്സ് ഒന്നുമില്ല. അപ്പോൾ ഈ കോളേജ് ഇലക്ഷൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യോ പാവം ഫൈനൽ ഇയർ BA പഠിക്കുക അല്ലെ BSc പഠിക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണോ എന്തോ ഇവിടെ തന്നെ ആയിരിക്കും, അതോ പലയിടത്തും പോകുക, കഷ്ടം. ഈ കൊച്ചി ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ വോട്ടിങ്. ഇപ്പോൾ എന്നെ അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ്, എന്നെ കുട്ടി BA ഫൈനൽ ഇയറുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ നമ്മൾ നിൽക്കുക. പിന്നെ നമ്മുടെയൊക്കെ ഒരു വാചകടി അറിയാമല്ലോ, അങ്ങനെ നടന്ന് ഞാൻ പ്രേം നസീർ വരുന്നുണ്ട്, ശാരദ വരുന്നുണ്ടെന്നൊക്കെ ഉണ്ടാകാനൊക്കെ കണ്ടിട്ടില്ലാത്തവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞ് നമ്മളൊരു പാചകക്കസത്തിൻ്റെ പുറത്തും പിന്നെ എല്ലാവരോടും വളരെ എന്താ പറയുക ജോവിയലായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ ഇന്നും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് സജീവമാണ്, കൂൾ ലീഡേഴ്സ് എന്നും പറഞ്ഞിട്ട്, ഞങ്ങളുടെ വിമൻസ് കോളേജ് ഗ്രൂപ്പാണ് അത്. അപ്പോൾ അങ്ങനെ അതിനകത്തൊക്കെ വന്ന് എന്തോ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 1000 വോട്ട് എനിക്ക് കൂടുതലുണ്ട്. അപ്പോൾ അന്ന് പ്രിൻസിപ്പൽ വിളിപ്പിച്ചെന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചെടുത്തതെന്നൊക്കെ ചോദിച്ചു. ഏതായാലും അത് വലിയൊരു വിക്ടറി ആയിരുന്നു. മാമിൻ്റെ കൂട്ടുകാരി ഒരു പരാതി പറഞ്ഞായിരുന്നു, കാരണം മാമിൻ്റെ ഒരുപാട് സിനിമകൾ കാണണമെന്ന് കൂട്ടുകാരിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്യും, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു നടി കല്യാണത്തിന് ശേഷം അഭിനയിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാമിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു നല്ല ജീവിതം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു സ്വപ്നത്തോടു കൂടിയാണല്ലോ ഓരോ പെൺകുട്ടികളും ഇറങ്ങിത്തിരിക്കുന്നത്. ചിലപ്പം നമ്മുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകളോ ഒക്കെ തെറ്റിയെന്നിരിക്കാം, ആ പ്രായത്തിൻ്റെ അപക്വമായ ചില എടുത്തുചാട്ടത്തിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു രാജകുമാരിയെ പോലൊരു ജീവിതം തരാൻ സുഗർണനെ പോലെ ഒരാൾ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് വാശിയായി. അയ്യോ കല മാത്രമല്ല, കലയല്ല ജീവിതം എന്ന് ഞാൻ പഠിച്ചു. അങ്ങനെയല്ല, ജീവിതം എന്ന് പറയുന്നത് ഒരു കുടുംബം, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക, അതെനിക്കൊരു വലിയ വാശി പോലെയായിരുന്നു. മക്കളുടെ കാര്യമാണെങ്കിലും അതേ അവരെ നല്ല മിടുക്കന്മാരായിട്ട് കൊണ്ടുവരണം,
എവിടെ കൊണ്ട് നിർത്തി അത് സുഗോട്ടനും പറയും, എവിടെ കൊണ്ട് നിർത്തിയാലും 4 കാലിൽ നിൽക്കണം പിള്ളേരല്ലാതെ ബബ്ബ അടിച്ചുകൊണ്ട് നിൽക്കരുത്. അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു. പുസ്തകങ്ങൾ വായിക്കണം, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ളത്. അത് അദ്ദേഹം പോയിട്ട് ഒരു പരിധി വരെ ഞാൻ അവരുടെ ഒരു സുഹൃത്തിനെ പോലെ നിന്ന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തു. അത് ഈ പറഞ്ഞതുപോലെ രാജുവിന് IT പഠിക്കണം എന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ ഓൾറെഡി ഈ പറഞ്ഞതിനോട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്, മദ്രാസിൽ ജോയിൻ ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോഴാണ് വളരെ അവിചാരിതമായിട്ട് 2 പേര് സിനിമയിൽ വന്ന് ചാടുന്നത്. അപ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ജോലിയൊക്കെ കളഞ്ഞ് വന്ന് ചാടിയിട്ട് ഇനി ഇത് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതൊരു വിഷമമായിട്ട് പറയരുത്. അപ്പോൾ ശരി, ഇതിൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഇതിൽ രക്ഷപ്പെട്ടോ. സിനിമ ഒരിക്കലും മോശമാണെന്ന് പറഞ്ഞില്ല, കാരണം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയൊരു രംഗമാണ്. അപ്പോൾ അത് ഈശ്വരനെയൊക്കെ വിചാരിച്ചിറങ്ങുക. ചിലപ്പോൾ ഈ നാട്ടിലെ പ്രേക്ഷകർ നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നിരിക്കും. അത് നിങ്ങളുടെ ഈശ്വരാധീനവും ഭാഗ്യവും അവരുടെ മനസ്സും പോലിരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് 2 പേരെ സിനിമയിലേക്ക് വിട്ടത്. ഏതായാലും അല്ല, ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ അവസരങ്ങളുമായി സിനിമകളിൽ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ കുറേ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഈ ഇരകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ MS ഫിലിംസ് പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു, മല്ലിക സുകുമാരൻ്റെ പേര്. അപ്പോൾ ആ ഇരകൾ പടത്തിൽ അതെ, അതിനകത്ത് ശ്രീവിദ്യ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്തോളാം വരെ പറഞ്ഞ് എനിക്ക് ഡ്രസ്സ് വരെ തയ്പ്പിച്ചു. വിദ്യയുടെ ഡേറ്റ് കുറച്ച് ശരിയാവുന്നില്ല, ഒരു ക്ലാഷ് വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് വിദ്യയ്ക്ക് അത് കേട്ടപ്പോൾ പാവം സങ്കടമായിപ്പോയി. സുകുമാരൻ ആദ്യമായിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജോർജ് സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അയ്യോ, അത് എന്നിട്ട് അവസാനം വിദ്യ തന്നെ തെലുങ്ക് പടത്തിലൂടെ പറഞ്ഞ് അത് മാറ്റി വെപ്പിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഡ്രസ്സൊന്നും തയ്പ്പിച്ച കാര്യം പറയണ്ട, ശ്രീവിദ്യ ചെയ്യട്ടെ, മാർക്കറ്റുള്ള നടിയല്ലേ. അങ്ങനെ ഞാൻ തന്നെ പറയാമായിരുന്നു എൻ്റെ സുഹൃത്താ, ഞാൻ അന്ന് രാജു 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ പോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുള്ളിക്ക് സകലതും സഹായിയായിട്ട് നിൽക്കണം. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകണം, അതിൻ്റെ ഇടയിൽ കൂടെ അഭിനയം കൂടെ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയത്തായിരുന്നു ഏതാണ്ട് ഒരു 10-25 ദിവസം താമസമൊക്കെ. രാജു ഉണ്ട് കൂടെ. അത് ഇന്ദ്രൻ ഓൾറെഡി സ്കൂളിൽ ചേർന്ന് ബോർഡിങ്ങിലായിരുന്നു. മാം ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ കുറിച്ചുള്ള ഉണ്ടായിരുന്നു. ദോഹയിൽ ആദ്യം എനിക്ക് കിട്ടിയ വിസ എന്ന് പറയുന്നത് വലിയൊരു വ്യക്തിയുടെ വിസയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ വിസ ഇല്ല. അപ്പോൾ ഞാൻ ഷെയ്ഖ് ഫൈസൽ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ വിസയിലാണ് എനിക്ക് മാനേജർ വിസ കിട്ടിപ്പോയി. അപ്പം എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. അതെൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ, ഷീലയും ഷീലയുടെ ഫ്രണ്ട് ഒരു ഡോക്ടർ ചാക്കു, അവരൊക്കെ അത് എൻ്റെ ചേട്ടനെ അറിയും, ഈ ഡോക്ടർ ചാക്കു. എല്ലാവരും കൂടെ ഉത്സാഹിച്ചാണ് അതിൻ്റെ. അപ്പോൾ ശരി, എന്തെങ്കിലും തുടങ്ങാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഷീലയ്ക്ക് കുറേ പാർലറുകളൊക്കെ ഉണ്ട്. ദോഹയിലെ ഏത് റിവ്യൂ കയറിയാലും ഷീലയുടെ ദോഹ ബ്യൂട്ടി സെൻറ്റർ. അപ്പോൾ അതെനിക്ക് വലിയ പിടിയില്ല സത്യം പറഞ്ഞാൽ ആ ഫീൽഡ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ഒരു നല്ല കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എന്തോ ഭാഗ്യത്തിന് പിന്നെ ഈ പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ സ്പോൺസറായിട്ട് ഞാൻ ഷെയ്ഖ് ഫൈസലാണ് എൻ്റെ സ്പോൺസർ എന്ന് കണ്ടപ്പോൾ അന്നത്തെ എമിഗ്രേഷൻ ഡയറക്ടറായിരുന്ന വേറൊരു ഷെയ്ഖുണ്ട്, ഷെയ്ഖ് ഫലെ. അപ്പോൾ അദ്ദേഹം അത് സ്പോൺസർ ചെയ്തു. ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥലം സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ദോഹ സിറ്റിയുടെ നടുക്ക് വെസ്റ്റ് ബേ എന്ന് പറയും. അവിടെ ഒരു അൽമഹ ടവർ, അതെ അത് തന്നെ, അവിടെ തുടങ്ങിയിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ സ്പോൺസർ സഹായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിലും അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ അംബാസഡേഴ്സിൻ്റെയൊക്കെ പാർട്ടി നടക്കും. അതിൽ പലരും നമ്മളിങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരും ഒക്കെ ഇതുപോലൊക്കെ കൊടുക്കും, ഇങ്ങനെ ഇന്നാരാണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് അന്ന് ആ സമയത്ത് കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ പിള്ളേർ ഇടയ്ക്കൊക്കെ ഒന്ന് വരും. പിന്നെ ഇവർ ഭയങ്കര തിരക്കായപ്പം എനിക്ക് തന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ്, ബലദിയ എന്ന് പറയാം, ഓഫീസിൽ പോകുക, അവിടെ പോയി അവിടെ എല്ലാം ചിട്ടയായിട്ട് നടക്കണമല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പോകേണ്ട ഒരു അവസ്ഥയായി. നമുക്കും ഈ ചൂട് സമയത്തൊക്കെ നിൽക്കാൻ വയ്യ. അങ്ങനെ വന്നപ്പോഴാണ് ഞാനത് ലീസ് ഔട്ട് ചെയ്ത് പോരാം എന്ന് വിചാരിച്ചപ്പം ആണ് റൊട്ടാന ഗ്രൂപ്പുകാർ വന്നിട്ടത് മൊത്തത്തിൽ അവരെടുത്തു. പിന്നെ അല്ലാതെ ഒരു 1-2 എണ്ണമൊക്കെ ചെയ്യാനായിട്ട് ഷേക്ക് വേറെ തരാമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വയസ്സായി വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള വിസ എനിക്ക് വേണം. പക്ഷേ ഇത്ര തുടങ്ങി എനിക്ക് 6 ബ്രാഞ്ചസായി. അയ്യോ, അത് കയ്യിൽ മക്കളും കൂടി ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പോൾ പിന്നെ ഞാനതെല്ലാം ഓരോരുത്തർക്ക് നടത്താനായിട്ട് കൊടുത്തിട്ട് ഞാനിങ്ങ് പോരുകയായിരുന്നു. ഇപ്പോൾ MD സാറിൻ്റെ വാക്കുകൾ കൂടെ തന്നെ പറയുകയാണെങ്കിൽ വഴിവിളക്ക് വളരെ അകലെയാണ്. എന്നാൽ ഇരുട്ടിൽ നമ്മളെല്ലാം പരിഭ്രാന്തരായി തപ്പി
ഭയന്ന് ഓടുകയാണെങ്കിൽ നമുക്കൊരിക്കലും വഴിവിളക്ക് കാണാൻ പറ്റില്ല. ശരിക്കും മാമിന്റെ ജീവിതം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വഴിവിളക്ക് ഒരുപാട് ഡയലോഗുകളുണ്ട്. സത്യമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ശരിക്കും മാമിന്റെ ജീവിതമായിട്ട്, കാരണം ഒരുപാട് ദുരനുഭവങ്ങൾ കൂടെ തീർച്ചയായിട്ടും നമ്മൾ നമുക്കൊരു വിഷമമോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കാതിരിക്കുക. വാസുവേട്ടൻ പറയുന്നത് തന്നെ ഇനിയുണ്ട് ഒരുപാട് ദൂരം പോകാനായിട്ട്. എത്രയോ പേര് ജീവിക്കുന്നു നമുക്ക് ചുറ്റും, അല്ലേ? അപ്പോൾ അത് നമ്മളാലാവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്ത് ജീവിക്കുക. അതിനൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം അതല്ലല്ലോ. ഇപ്പം എല്ലാത്തിനും വലിയ പബ്ലിസിറ്റി ആയി. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു പാക്കറ്റ് കപ്പലിനെ വാങ്ങിച്ചു കൊടുത്താലും പാവപ്പടിച്ച കുട്ടി നടന്നു പോയപ്പോൾ കപ്പലിനെ വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെയാണോ വലിയ വാർത്ത ഇവിടെ? എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കാം. ഉഴുന്നൂടെ വാങ്ങിച്ചു കൊടുത്തു. അയ്യോ ദൈവമേ, കഷ്ടം. നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ച് വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പം അതെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ചെയ്യുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അത് ഈ ചെയ്യുന്നവർക്കല്ല, കൂടുതലും അതങ്ങനെ ഞാൻ കൊണ്ടുവന്നാൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ള ഒരു തെറ്റായ ധാരണ, ഒരു മിഥ്യാധാരണയുണ്ട് പലർക്കും. അതൊക്കെ കൊണ്ടാവാം. പക്ഷേ ഈ പറയുന്ന പോലെ ജീവിതം എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പമല്ല. നമുക്ക് കാശുണ്ടോ, ഗ്ലാമറുണ്ടോ, സിനിമകളുണ്ടോ, അതെല്ലാം ഈശ്വരൻ അറിഞ്ഞു തരുന്ന ചില വരദാനങ്ങളാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും 6 അടി മണ്ണ് മതി. പോയി കഴിയുമ്പോൾ അയ്യോ പാവം തള്ള, കഷ്ടം എന്ന് പറയണം. അല്ലാതെ എൻ്റെ അമ്മോ ഇവർ പോയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ജീവിതം. ഇപ്പോൾ സാധാരണ കലാകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും പറയുന്നത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണൽ ലൈഫായിരിക്കും, എല്ലാം നശിപ്പിച്ച് സാമ്പത്തികമായിട്ടെല്ലാം നശിപ്പിച്ച്. പക്ഷെ സുകുമാരൻ സാർ അങ്ങനെയല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം സുഖേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു പൈസ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ജീവിക്കുക, വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുക. ആവശ്യത്തിന് ശരിയാണ്. 2 കാറുണ്ടായിരുന്നു, ഒരു അംബാസഡർ ഉണ്ടായിരുന്നു, ഒരു മാരുതി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അംബാസഡർ കൊടുക്കാറായപ്പോഴാണ് കർണാടക ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബെൻസ് ഉണ്ടായിരുന്നെന്ന്, TSI 6565 എന്നുള്ളതിനകത്ത്. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു സുഖങ്ങളൊക്കെ ഉള്ളൂ. അതിനകത്ത് ഞങ്ങളിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോവും എന്നല്ലാതെ ഇത് പോരാ. നമുക്കിങ്ങനെ ഈ വീടിനകത്ത് ഇത് ഇങ്ങനെ പരിഷ്കരിക്കണം അങ്ങനെയൊന്നുമില്ല. ആ പൈസ കൊണ്ടൊന്നും വല്ല FD ഇട്ട് അതിൻ്റെ പലിശ മല്ലികയുടെ പേരും എല്ലാത്തിലും ഉണ്ട്. വീടുകളെല്ലാം സുഖേട്ടൻ്റെ എൻ്റെയും കൂടെ പേരിലാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെയാണ് പൈസ സൂക്ഷിക്കുന്നതും. അത് എപ്പോഴും പറയും, 2 ആൺകുട്ടികളാണ്, അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടേതായ ഒരു വഴിക്ക് പോകും, വിട്ടേക്കണം അവരെ. കാരണം അവർക്കും അവരുടെ കുടുംബം നോക്കണ്ടേ. അപ്പം നിനക്കൊരു വിഷമം തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഒരുപാട് പ്ലാനും പദ്ധതികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ കൊച്ചുമക്കളോട്ട് കറങ്ങാനായിട്ടൊരു പുതിയ കാറ് വാങ്ങിച്ചല്ലോ. കൊച്ചുമക്കളാണ് ഏറ്റവും വലിയ രസം. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ കഥകളും പറയാനുണ്ടാവും, തമാശ പറയാനുണ്ടാവും. പിന്നെ ഇവരാണ് നമ്മളെ വീട്ടിൽ ഇത് ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കാത്തത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വരും, കേക്ക് മുറിച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ്. വയസ്സുകാലത്ത് ഒന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ 16കാരിയാണ്. അതെ, അപ്പോഴാണ് 16കാരി ആവുന്നത്. സത്യം അത് അവിടെയാണ്. കാരണം ഇപ്പം പ്രാർത്ഥന, നക്ഷത്ര, അലങ്കൃത ഇവർ 3 പേരും കൂടെ വന്നാലും ഞാൻ അവരുടെ മൂത്ത ചേച്ചിയായിട്ടാണ് ഞാനും കിടന്ന് കാണിക്കുന്ന കോപ്പറായത്. ഈശ്വര, അയ്യോ. ഇപ്പൊ അലങ്കൃത അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വലിയ വാർത്ത? എനിക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതിപ്പോൾ അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരെയൊക്കെ ഒരു ഫംഗ്ഷൻ അവർ ക്ഷണിക്കും. ഇപ്പം ഞാൻ അങ്ങ് അംബാനി വരെ പോകണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ഡേ വരുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിന് ഒരു കത്ത് വരുമല്ലോ, സ്കൂൾ ഡേ ആണ്, ആനുവൽ ഡേ ആണ്, വരണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഇതൊക്കെ വാർത്തയാണ്. വാർത്ത എനിക്ക് തോന്നുന്നത് രാജുവിന് കുറച്ചു കാലം ഇനി പടങ്ങൾ കുറച്ച് കൂടുതൽ ബോംബെയിലുണ്ട്. അപ്പം ഇദ്ദേഹത്തിനെ അല്ലെങ്കിലേ കാണാൻ കിട്ടത്തില്ല. അങ്ങനെ എന്തോ പോയപ്പോഴത്തേക്ക് ആരൊക്കെയോ പലരും അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ സൂര്യയുണ്ട്, അവരുണ്ട്, ഇവരുടെ പലരും നല്ല സ്കൂളാണ്, ചേർക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് ചേർത്തത് മറ്റാണ്. അല്ലാതെ അതിനകത്ത് എനിക്കതൊരു വലിയ ന്യൂസ് വാല്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അംബാനിയുടെ സ്കൂളിൽ കൊച്ചു കുഞ്ഞാണ്, അവൾ പിടിക്കുക. അതുപോലെ എത്ര കുട്ടികൾ അവിടെ പഠിക്കുന്നു. അപ്പം അത് അവിടെ പഠിച്ചത് കൊണ്ട് ഇവിടെ നമ്മുടെ ലോകം ഭരിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വലിയ വലിയ പോസ്റ്റിലിരിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരും അഭ്യസ്തവിദ്യരുമായ ഒരുപാട് ബുദ്ധിശാലികൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ പഠിച്ചവരാ, അല്ലേ?
അപ്പോൾ അതല്ല കാര്യം. ഇവർ ബോംബെ താമസിക്കുമ്പം കുഞ്ഞിനെ വിടാനൊരു നല്ല സ്കൂൾ ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ 2 ആൺമക്കളാണ്. അപ്പോൾ ഈ 2 ആൺമക്കളുള്ള അമ്മമാരുടെയൊക്കെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ദൈവം എനിക്കൊരു പെൺകുട്ടി തന്നില്ലല്ലോ എന്ന് അവരെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ മാമിന് എങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാരണം 2 ആൺമക്കളുണ്ടെങ്കിൽ 2 പെൺകുട്ടികൾ വരും. നമ്മൾ കൊണ്ടു കൊടുത്താലും അവർ വിളിച്ചോണ്ട് വന്നാലും 2 പെൺകുട്ടികൾ വരും. അപ്പോൾ അവരുമായിട്ട് സ്നേഹത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ ഇത് മാത്രം ഞാൻ പറയും, ഇനിയുള്ള ജീവിതം അവർ തെറ്റ് ചെയ്താലും നിങ്ങൾ പറയണം, ഇല്ല മോളെ ഇത് അല്ലെ കുഞ്ഞെ, അല്ലെങ്കിൽ ഇന്നാര് തെറ്റാണ്, നീ തെറ്റ് ചെയ്താൽ ആ കുട്ടിയും പറയാം. അങ്ങോട്ടും ആ ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അല്ലാതെ വൺ വേ ട്രാഫിക് ആവരുത്. ചിലപ്പോൾ ചില തെറ്റുകൾ കണ്ടാൽ പറയാൻ പേടി, അതൊന്നും പാടില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് ഒരുത്തർക്കൊരുത്തർ അങ്ങനെയായിരുന്നു ശരിക്കും. ഞാൻ സുഖേട്ടൻ്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാം, എൻ്റെ താല്പര്യങ്ങൾ സുഖേട്ടനും അറിയാം. അങ്ങനെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എടപ്പാളിൽ പോയാലും ഇവിടെ തിരുവനന്തപുരത്ത് വന്നാലും ഒക്കെ ഒരുപോലത്തെ സുഖം എന്ന് പറയുന്ന പോലെ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുണ്ട്. പിന്നെ അവരുടെ യോജിപ്പും സ്നേഹവും നമ്മളോടുള്ള പെരുമാറ്റവുമാണ് നമ്മളെന്നും ഓർക്കുന്നത്, അല്ലേ? അല്ലാതെ ഇത് കുട്ടി എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ്. മാം, ഇപ്പോൾ മാമിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കൂടുതലും ചോദ്യങ്ങളെല്ലാം മാമിൻ്റെ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും മരുമക്കൾ തമ്മിലുള്ള കമ്പാരിസൺ, ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. മാം മല്ലിക സുമാൻ ആസ് എൻ ആക്ട്രസ്, ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, നല്ലോണം പാട്ടുകാരിയാണ്. അപ്പോൾ മാമിന് മാമിൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, ഒരു പ്രൊഫൈലുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? അത് ഞാനൊരു തമാശ പറയും, എന്നെ എല്ലാവർക്കും അറിയാം, ഇവരെയൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ ഉത്തരം. അതല്ലേ നല്ലത്? ചേട്ടാ 52 വർഷമായിട്ട് ഫീൽഡ് നിൽക്കുന്ന മല്ലിക സുകുമാരനെ ആർക്കും അറിയാൻ, സുകുമാരൻ എന്നുള്ള വാല് തന്നെ മതിയല്ലോ എനിക്ക്. ഇവരൊക്കെ കൊച്ചു പിള്ളേർ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. പണ്ടറിയുമായിരുന്നോ പൃഥ്വിരാജിനെ, ഇന്ദ്രത്തിനെയൊക്കെ? അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ അടുത്തുകൂടാൻ ആൾക്കാരും കൂടി. അത് സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മോളും കൂടെ പഠിച്ചു വെച്ചു. ഇത് അറിയാതെ കിടന്നാൽ ഇപ്പോൾ എത്രയോ പേര് ഓരോ പാർട്ടിയിൽ കിടക്കുന്നത്. എല്ലാവരുടെയും പേര് നമുക്കറിയാമോ? എന്തുകൊണ്ടാണ് നമ്മൾ നേതാക്കന്മാരെ മാത്രം അറിയുന്നത്? അവരവരുടെ അധ്വാനം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച സൽപ്രവർത്തികൾ കൊണ്ടും ഒക്കെ അവർ നേതാക്കന്മാരെ എന്ന് പറയുന്നവരെ. ഞാൻ ഇത് ഇതിനു മുമ്പ് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടോ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും അറിയും. ഇനി എന്തറിയാനാ വലിയ ചേച്ചിയെ എല്ലാവർക്കും അറിയാം. ചേച്ചിയുടെ മക്കളെങ്ങനെയാണെന്ന് ചോദിക്കുന്ന പോലെയുള്ളതെന്ന് പറഞ്ഞാൽ മല്ലിക സ്റ്റൈൽ ഒരു റിപ്ലൈ. താങ്ക് യു മാം, താങ്ക് യു. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.